മർമ്മപ്രധാനമായ രണ്ട് കാര്യം: ഒന്ന്, വാഹന കുരുക്ക്, പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപാകത, അതാണ് മെയിൻ ഇഷ്യൂ. രണ്ട്, റോഡുകളുടെ അപര്യാപ്തത. റോഡുകളെ ഒരു ഘട്ടത്തിൽ കുറെ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും ജനബാഹുല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളുകളുടെ, തീർത്ഥാടകരുടെ എണ്ണം ലക്ഷങ്ങളായിട്ട് അത് പെരുകുന്നു. പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുണ്ടെങ്കിൽ, സ്ഥലസൗകര്യം ഉണ്ടെങ്കിൽ, മുടിയുണ്ടെങ്കിൽ എങ്ങനെയും കെട്ടാം എന്ന് പറയുന്ന പോലെ സ്ഥലസൗകര്യം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കും. പാർക്കിങ്ങിനായിട്ട് ഇപ്പം ദേവസ്വം, കുട്ടിയൂർ ക്ഷേത്ര കമ്മിറ്റി അല്ലേ, 2 സ്ഥലം വാങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കണ്ടുവച്ചോ, എന്താ ചെയ്തിട്ടുള്ളത്? 2 സ്ഥലങ്ങൾ സൗകര്യപ്രദമായിട്ടും ദേവസ്വം വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ല അതിലൊരു കാര്യം, പാർക്കിങ്ങിന്റെ അകത്ത് പുതിയ സ്ഥലപരിമിതി കേരളത്തിലുണ്ടല്ലോ. നമ്മളിവിടെ വരുന്ന വിഷയമാണ്. ഫോറസ്റ്റുകാർ സ്ഥലം തരില്ല. റോഡിന്റെ കാര്യത്തിലായാലും ഫോറസ്റ്റുകാർ, പ്രത്യേകിച്ച് കൊട്ടിയൂർ വന്യജീവി സങ്കേതം കൂടിയാണ്. വന്യജീവി സങ്കേതം അത് സ്ഥലം തരുന്നതിനുള്ള പരിമിതിയുണ്ട്. അപ്പൊ ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ, സ്വകാര്യ സ്ഥലങ്ങളാണെങ്കിൽ അത്ര ലഭ്യമല്ല. ചില വ്യക്തികളെങ്കിലും സ്വകാര്യ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുന്നുണ്ട്. അവർക്ക് മറ്റുള്ളവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒന്ന്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എത്ര കണ്ടത് ഫീസിബിൾ ആണെന്ന് എഞ്ചിനീയറിംഗ് വിങ് പരിശോധിക്കും. അതേപോലെ തന്നെ ബഹുനില പാർക്കിംഗ് ടൗൺഷിപ്പിലൊക്കെ കാണുന്ന പോലെ, അത് ഇപ്പൊ ഒരു ആശയം വന്നെങ്കിൽ മാത്രമേ ഈ അടുത്ത കൊല്ലം നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും പാർക്കിങ്ങിന് ലഭ്യമാകുന്ന സ്ഥലത്തെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം, കൂടുതൽ സ്ഥലം ലഭ്യമാക്കാൻ. ഇവിടെ കാണുന്ന ഒരു സവിശേഷത എല്ലാവരും സഹായിക്കുന്നുണ്ട്. പള്ളിയുടെ വകയുള്ള സ്കൂളിന്റെ മുറ്റും പാർക്കിങ്ങിന് ഉപയോഗിക്കാം, പള്ളി മൈതാനിയും പാർക്കിങ്ങിന് ഉപയോഗിക്കാം. മറ്റ് എല്ലാ വിഭാഗക്കാരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് അത് ഏറ്റെടുക്കുന്നത് നല്ല കാര്യമാണ്. എല്ലാവരുടെയും. സാട്ടന്നൂർ റോഡിനെ വിമാനത്താവള റോഡായി പ്രഖ്യാപിച്ചു. പിന്നീട് അതിൽ നിന്ന് വരുന്ന മാനന്തവാടി പോർഷൻ ആ നിലയിലില്ല. വരുന്ന അമ്പായത്തോട് മുതൽ ബോയ്സ് ടൗൺ വരെയുള്ള പ്രദേശം കുപ്പിക്കഴുത്ത് പോലെ തന്നെ കിടക്കുകയാണ്. അതിന് പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പൊട്ടിക്കാനോ വീതി കൂട്ടാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടെ 44 മൈൽ സമാന്തര പാത, അതാണ് ഇതിന്റെ വേറൊരു യാഥാർത്ഥ്യം. പ്രശ്നപരിഹാരത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം 44 മൈൽ. അതായത് പാൽച്ചുരം റോഡിനെ നിലനിർത്തിക്കൊണ്ട്, പാൽച്ചുരം റോഡ് ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ ഒരു പദ്ധതി വന്നിട്ടുണ്ട്, 38 കോടി, 35 കോടി. അത് വൈകിപ്പോയി. പാൽച്ചുരം റോഡിന്റെ സ്ഥലം അടയാളപ്പെടുത്താനും സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കാനും വേണ്ടി നമ്മൾ യോഗം വിളിച്ച്, പാൽച്ചുരം പള്ളി ഹാളിൽ യോഗം വിളിച്ചിട്ട് 4 കൊല്ലമായി, മാസമല്ല. പക്ഷെ കിഫ്ബിയുടെ പദ്ധതിയാണ്. അവര് വന്ന് ഓരോ പഠനം നടത്തി. ഞാൻ പലവട്ടം കിഫ്ബി ഓഫീസിൽ കയറി ഇറങ്ങിയതാണ്. പല കാര്യങ്ങൾ പറഞ്ഞ്, ഇവിടെ മാതൃഭൂമി MD അധ്യക്ഷൻ പറഞ്ഞതുപോലെ വരുന്ന ചില പ്രശ്നം, അവിടെ വളവും കയറ്റവും ആയതുകൊണ്ട് മഴക്കാലത്ത് 2019 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും ഇടിഞ്ഞ ഒരു സ്ഥലമാണ്. അത് റിപ്പയർ ചെയ്യാൻ, വേണ്ടത്ര പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അന്ന് മുതൽ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് 2 ആഴ്ച മുമ്പാണത് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ആരെങ്കിലും കോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. നല്ല കോൺട്രാക്ടർമാർ വേഗത്തിൽ പണി തുടങ്ങി, വേഗത്തിൽ തീർത്താൽ ഏറ്റവും നല്ലത്. അതിന് സമാന്തരമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ നേരത്തെ പോയി കുറച്ചുപേര് കേസിലും കൂടെ കുടുങ്ങിയതാണ് ഈ 44 മൈൽ റോഡ് സമാന്തര പാത. കയറ്റം കുറഞ്ഞ, വളവ് കുറഞ്ഞ, അതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു നടപ്പാത അല്ലെങ്കിൽ ഒരു ചെറിയ റോഡ് ഉണ്ടായിരുന്നു പഞ്ചായത്തിന്. ഇപ്പൊ നമ്മുടെ കുഞ്ഞേട്ടനും കൂടെ നമ്മുടെ കൂടെ ഇല്ല. കുഞ്ഞേട്ടനൊക്കെ അതിന്റെ വ്യക്തമായിരുന്നു, ഇവിടെയുള്ളവർക്ക് അറിയാം. അവരെല്ലാം കൂടെ പരിശ്രമിച്ച് അന്നൊരു റോഡ് വെട്ടിയതാണ്. അത് പിന്നീട് അത് നിലനിർത്തി പോകുന്നില്ല. ഫോറസ്റ്റ് ആയിട്ട് ഇപ്പം വന്യമൃഗ സങ്കേതമായിട്ടത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനൊരു സ്പെഷ്യൽ സാങ്ഷൻ തരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ആ സമാന്തര പാതയ്ക്ക് ഒരു സ്പെഷ്യൽ സാങ്ഷൻ വേണം. അതിനാര് വേണം? വയനാട്ടിൽ നിന്നുള്ള തുരങ്കപാതയ്ക്ക്, ബദം റോഡ് തുരങ്കപാതയ്ക്ക് ഫോറസ്റ്റിന്റെ സ്ഥലം എടുക്കുമ്പോൾ അതിന് പകരം സ്ഥലം കൊടുക്കാനുള്ള സ്കീമുണ്ട്. ഇവിടെ ഒരു കാര്യം, ഇപ്പൊ തന്നെ ഫോറസ്റ്റിന്റെ സെറ്റിൽമെന്റ്, റീസെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് കൃഷിക്കാരുടെ ഒരുപാട് സ്ഥലം ഫോറസ്റ്റ് ഏറ്റെടുക്കുന്നു. ഫോറസ്റ്റ് സ്ഥലം കൊടുക്കാൻ കൃഷിക്കാർ ഇപ്പോഴും തയ്യാറാണ്. വന്യമൃഗ ശല്യം ഭയന്നിട്ടാണ് കൃഷിക്കാരുടെ സ്ഥലം കൊടുക്കാൻ അവർ തയ്യാറാകുന്നത്. ന്യായമായ വിലക്കല്ല, തുച്ഛ വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് സത്യത്തിൽ വനം വകുപ്പ് ഈ സ്ഥലം വിട്ടുതരുന്നതിന് ഒരു പകരമായിട്ട് അതിന്റെ ഇരട്ടിയല്ല 10 ഇരട്ടി സ്ഥലം കൊടുക്കാൻ നമുക്ക് സാധിക്കും. സമാന്തരപാത. പിന്നെ അത് ഫോറസ്റ്റിന്റെ അനുവാദമുള്ള സമാന്തരപാത. നമുക്ക് നാട്ടിൽ നിലവിലുള്ള സമാന്തരപാതയുണ്ട്. ഇപ്പൊ ആളുകള് സമാന്തരപാത എന്ന് വിളിക്കുന്ന
കൊട്ടിയൂർ ടൗണിന്റെ നേരെ അക്കരെയുള്ള ഒരു സമാന്തര പാതയിൽപ്പെട്ട് അത് PMJSY പദ്ധതിയിൽ നവീകരിച്ചെങ്കിൽ പോലും വീതി എത്ര വേണ്ട കൂട്ടിയിട്ടില്ല. ആ റോഡ് ഒരു 12 മീറ്ററായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വൈര്യം പോവും, ഒരുപാട് ഗതാഗതം വന്നാൽ. ആ റോഡ് 12 മീറ്ററായിട്ട് വീതി കൂട്ടി മെക്കാഡം ചെയ്യുകയും മറ്റേ പാതയിലേക്ക് അത് ഈ റോഡ് നമുക്ക് എത്രയും പൈസ ഉണ്ട് എത്രയും വേഗം ചെയ്യാം. മറ്റേ